ഇപ്പോൾ കുഴൽനാടൻ്റെ പത്രസമ്മേളനത്തിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വായിക്കുകയാണെങ്കിൽ ഒരിക്കലും നാം പ്രതീക്ഷിക്കാത്ത തരത്തിൽ എങ്ങനെയാണ് ഈവൻ ഭൂപരിഷ്കരണ നിയമം വരെയും അട്ടിമറിക്കപ്പെട്ടത് എന്നുള്ളതിൻ്റെ സംസാരിക്കുന്ന തെളിവുകളല്ലേ ക്യാബിനറ്റ് നോട്ടും ഒക്കെ സഹിതം ജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം പത്രസമ്മേളനം നടത്തിയത്. അപ്പം നമുക്കൊരിക്കലും വിശ്വസിക്കാൻ ആഗ്രഹിക്കാത്ത ചില കാര്യങ്ങളാണ് ഇപ്പോൾ ജനമനസ്സുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് ഭൂപരിഷ്കരണ നിയമം വമ്പന്മാർ അട്ടിമറിച്ചത് റവന്യൂ വകുപ്പിന്റെ ഒത്താശയോടെയെന്ന് CAG. 15 ഏക്കറിന് മേൽ ഭൂമിയുള്ള 372 പേരുടെ ഭൂനികുതി റവന്യൂ വകുപ്പ് ചട്ടം ലംഘിച്ച് സ്വീകരിച്ചു. 15 ഏക്കറിൽ കൂടുതലുള്ള 184 ആധാരങ്ങൾ പുതുതായി രജിസ്റ്റർ ചെയ്തിട്ടും കേസെടുക്കാൻ നിർദ്ദേശം നൽകിയില്ല എന്ന ഗുരുതര ആരോപണവും സംസ്ഥാനത്തെ ഭൂമി ചട്ടം ലംഘിച്ച് വമ്പന്മാർ സ്വന്തമാക്കിയതിന്റെ കണക്കുകളാണ് CAG റിപ്പോർട്ടിലുള്ളത്. 15 ഏക്കറിൽ കൂടുതൽ ഭൂമി കൈവശം വെക്കാൻ പാടില്ല എന്ന നിയമം ലംഘിച്ച് പുതുതായി 184 ആധാരങ്ങൾ രജിസ്റ്റർ ചെയ്തു. ഇതിലൊന്നും കേസെടുക്കാൻ റവന്യൂ വകുപ്പ് തയ്യാറായില്ല. 5 ജില്ലകളിലായാണ് 15 ഏക്കറിന് മുകളിലുള്ള 184 ആധാരങ്ങൾ രജിസ്റ്റർ ചെയ്തത്. 5192 ഹെക്ടർ ഭൂമിയാണ് ഇങ്ങനെയുള്ള 372 കേസുകൾ റവന്യൂ വകുപ്പ് ഭൂനികുതി സ്വീകരിക്കുകയും ചെയ്തു. ഇതിൽ 358 കേസുകളും സർക്കാരിന് റിപ്പോർട്ട് ചെയ്യാൻ റവന്യൂ വകുപ്പ് തയ്യാറായില്ല എന്നും maybe out of 20 districts, 15 districts, we have examined just 5 or 6 districts. And from this, whatever finances, whatever figures were flowing are based on our test check. So we told them, like, you also look into the other cases where we are not checking up. They can ask their executives to look into the other areas and they have to rectify, they have to collect this, mop up the revenue. ഭൂപരിഷ്കരണ നിയമം ലംഘിച്ചതായി താലൂക്ക് ലാൻഡ് ബോർഡുകൾക്ക് കണ്ടെത്തി റിപ്പോർട്ട് ചെയ്ത 114 കേസുകളിൽ നടപടിയെടുക്കാൻ തയ്യാറായിട്ടില്ല. 5 ജില്ലകളിൽ 1588 മിച്ചഭൂമി ഏറ്റെടുത്തതിൽ കാലതാമസമുണ്ടായെന്നും റിപ്പോർട്ടിൽ പറയുന്നു. CBI സമഗ്രമായിട്ട് ഇതിൻ്റെ അഴിമതിയുടെ കാണാപ്പുറങ്ങളിലേക്ക് അന്വേഷണം കൊണ്ടുചെന്നാൽ മാത്രമേ ഇതിൻ്റെ യാഥാർത്ഥ്യം പുറത്തു വരികയുള്ളൂ. പക്ഷേ അറ്റ് ദ സെയിം ടൈം SFIO അന്വേഷണത്തിനെ പൂർണ്ണമായിട്ട് നമുക്ക് തള്ളിപ്പറയാനും കഴിയില്ല. കാരണം അവർ ഇതുവരെ വളരെ ഗൗരവകരമായിട്ട് തന്നെ ഇത് പ്രൊസീഡ് ചെയ്തു. SFIO അന്വേഷണം ഇനീഷ്യേറ്റ് ചെയ്യുന്നതിന് മുമ്പും ഒരു പൊളിറ്റിക്കൽ സെറ്റിൽമെൻറ്റ്, ഇത്ര ഇൻക്രിമിനേറ്റിംഗ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടായിരുന്നുവെങ്കിൽ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ സെറ്റിൽമെൻറ്റ് സാധ്യമായിരുന്നു. അതിലേക്കൊന്നും കടക്കാതെ ആയിരിക്കാമല്ലോ ഇത്തരത്തിൽ മറ്റു മാർഗമില്ലാതെ വന്നപ്പോഴാണ് KSIDC കേരള ഹൈക്കോടതിയെ സമീപിക്കുകയും വീണ വിജയൻ കർണാടക ഹൈക്കോടതിയെ സമീപിക്കുകയും ഇങ്ങനെ പല ഹൈക്കോടതികളിൽ വഴിയെങ്കിലും റിലീഫ് കിട്ടാനുള്ള ഒരു ശ്രമം ഉണ്ടായത്. അപ്പോൾ SFIOയ്ക്ക് അതിനെതിരെ നാം ഒരു സംശയത്തിൻ്റെ ദൃഷ്ടി ഇപ്പോൾ പതിപ്പിക്കേണ്ട കാര്യമില്ല. SFIO അന്വേഷണം തുടങ്ങിയിട്ട് എന്തുകൊണ്ട് ED വരുന്നില്ല എന്നൊരു സംശയവും നമുക്ക് വേണ്ട. കാരണം 447 പ്രകാരം കേസ് എടുക്കാതെ EDക്ക് വരാൻ കഴിയില്ല. പ്രെഡിക്കേറ്റ് ഒഫൻസ് രജിസ്റ്റർ ചെയ്യാതെ EDക്ക് വരാൻ കഴിയുകയില്ല. EDക്ക് സ്വമേധയായി ഇത് ചാടിക്കേറി അന്വേഷിക്കുവാനും കഴിയുകയില്ല. അതുകൊണ്ട് ഇപ്പോൾ ED വരാത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം വളരെ വ്യക്തമാണ്. 447 പ്രകാരം ഒഫൻസ് എടുക്കാതെ കേസെടുക്കാതെ EDക്ക് ഇതിനകത്തേക്ക് വരാൻ കഴിയുകയില്ല. CBIക്ക് വരുവാൻ കഴിയും. CBI അന്വേഷണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് അത് ഉത്തരവ് നൽകുവാൻ കഴിയും. അതിലേക്കൊക്കെ വ്യവഹാരങ്ങൾ പോയെങ്കിൽ മാത്രം. അല്ല എന്നുണ്ടെങ്കിൽ SFIOയുടെ അന്വേഷണം പൂർത്തിയാകുന്ന വേളയിൽ കേസെടുത്ത് അവർ മുൻപോട്ട് പോകുവാൻ തീരുമാനിച്ച് അത് റെക്കോർഡിക്കലാക്കുമ്പോൾ മാത്രമേ 447 പ്രകാരം EDക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്യുവാൻ കഴിയുകയുള്ളൂ. ED സ്റ്റെപ്പ് ഇൻ ചെയ്യുക എന്നുള്ളത് ഇതിനകത്ത് വലിയ അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഈ പണത്തിൻ്റെ ട്രെയിലിലൂടെ മാത്രമേ CBI അന്വേഷണത്തിൻ്റെ അഭാവത്തിൽ ഈ പണം എങ്ങനെയാണ് കൈമാറ്റം ചെയ്യപ്പെട്ടത്, അതിൻ്റെ സോഴ്സ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് ED അന്വേഷിച്ചെങ്കിൽ മാത്രമേ അത് സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ പുറത്തേക്ക് വരികയുള്ളൂ. അപ്പോൾ നാം കുറച്ചൊരു സമയം ഇതിന് കൊടുക്കേണ്ടതായിട്ടുണ്ടാകും. പിന്നെ ഇപ്പം അഴിമതി നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വലിയ അനിമേറ്റഡ് ആയിട്ടുള്ള, അതായത് ജീവൻ തുടിക്കുന്ന പൊളിറ്റിക്കൽ ഡിഫൻസൊക്കെ കാണുകയുണ്ടായി. ഇപ്പോൾ ഇന്ന് ശ്രീ കുഴൽനാടൻ്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളുടെ വെളിച്ചത്തിൽ ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇതൊക്കെ അറിയുകയാണെങ്കിൽ മൂവാറ്റുപുഴ ഒരു വിജിലൻസ് അതോറിറ്റി ഒരു ഉത്തരവ് പാസ്സാക്കിയിരുന്നു. എന്തായിരിക്കാം ഇപ്പം സ്വയം ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ടാവുക എന്നുള്ളത്. അന്വേഷിക്കാതെ അധികാരത്തിൻ്റെ കാണാപ്പുറങ്ങളിൽ ഇതുപോലെ
ഭൂപരിഷ്കരണ നിയമം വരെയും അട്ടിമറിക്കുന്ന തരത്തിൽ തങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ധനസമ്പാദനത്തിനുള്ള ഭൂപരിധി ഉയർത്തിക്കൊടുത്തുകൊണ്ട് വഴി തെളിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതാണ് യഥാർത്ഥ രാജ്യദ്രോഹം. അതിനെക്കുറിച്ച് അന്വേഷിക്കണം. കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അന്വേഷിക്കാതെ എങ്ങനെയാണ് പുറത്തേക്ക് വരുന്നത്? അന്വേഷണം ഒരു രീതിയിലും ഇതിൽ നടക്കരുത് എന്ന ആ ഒരു ദൃഢമായ തീരുമാനത്തോടു കൂടി കോടതികൾ ഉത്തരവ് പാസാക്കിയ നാടാണിത്. അപ്പോൾ ഇവിടെ അന്വേഷണം ഉണ്ടാകേണ്ടതായിട്ടുള്ളത് എൻ്റെയും എല്ലാം നമ്മുടെ എല്ലാം ജനാധിപത്യപരമായ നിലനിൽപ്പിൻ്റെയും പൗരബോധത്തിൻ്റെയും ആവശ്യം തന്നെയാണ്. പക്ഷേ ശ്രീ രജിമോൻ പറഞ്ഞതുപോലെ ഒരു സെറ്റിൽമെൻറ്റ് പിന്നീടൊരു സ്റ്റേജിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നാം കാത്തിരുന്ന് കാണേണ്ടതായിട്ട് വരും. ഇപ്പോൾ തന്നെ KSIDC ഒരു പൊളിറ്റിക്കൽ ഇൻസ്ട്രക്ഷൻ ഇല്ലാതെ ഹൈക്കോടതിയിലേക്ക് പോകുമോ? കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 39C എന്ന് പറയുന്നൊരു വകുപ്പുണ്ട്. അത് സ്റ്റേറ്റിൻ്റെ ഉദ്ദേശ ലക്ഷ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. പ്രിവെൻഷൻ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് ഇൻ ഫ്യൂവർ ഹാൻഡ്സ്. അതായത് ചില ആൾക്കാരുടെ കരങ്ങളിലേക്ക് സമ്പത്ത് കുമിഞ്ഞുകൂടുന്നത് തടയുക. അത് ഇത്തരത്തിൽ ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ വെളിച്ചത്തിൽ വേണം നാം ഇത് കാണേണ്ടതായിട്ടുള്ളത്. ഇവിടെ അങ്ങനെ സമ്പത്ത് കുമിഞ്ഞുകൂടുവാനുള്ള വഴി ഭൂപരിഷ്കരണ നിയമത്തെ അട്ടിമറിച്ചുകൊണ്ട് ഭരണതലത്തിൽ റവന്യൂ വകുപ്പിൻ്റെ അനുമതിയോടുകൂടി ഇല്ലാതെ ഇപ്പം മുഖ്യമന്ത്രിക്ക് തൻ്റേതായ രീതിയിൽ ഇത്തരം തീരുമാനങ്ങളെല്ലാം എടുക്കാൻ കഴിയുമെങ്കിൽ അപ്പോൾ എല്ലാത്തിനും മുഖ്യമന്ത്രി മാത്രം മതിയല്ലോ, വിവിധ വകുപ്പുകൾ വേണ്ടല്ലോ. ഒരു ജുഡീഷ്യൽ പരിശോധന വരുന്ന വേളയിൽ ഇങ്ങനെയുള്ള ഏതൊരു തീരുമാനവും പരിശോധിക്കുമ്പോൾ അത് ഏത് വകുപ്പിൻ്റെ റെക്കമെൻഡേഷൻ്റെ പുറത്താണ് ഇങ്ങനെ ഒരു തീരുമാനം ക്യാബിനറ്റിൽ എടുത്തത് എന്നുള്ളത് ഉൾപ്പെടെയുള്ള പരിശോധനകൾ വരേണ്ടതായിട്ട് വരും. മാധ്യമപ്രവർത്തകർ ശ്രദ്ധിക്കാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം, CMRലും അതുപോലെ എക്സാലോജിക്കിലും ക്രമവിരുദ്ധമായ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന് KSCDC തുറന്നു സമ്മതിക്കുന്നൊരു നിലപാടാണ് ഇന്ന് കോടതിയിലുണ്ടായത്. മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെടെ പ്രതിയായിട്ടുള്ള സാഹചര്യത്തിൽ KSIDC ഒരു സർക്കാർ ഏജൻസി അത് ശരിവെക്കുന്ന സാഹചര്യത്തിൽ തന്നെ മുഖ്യമന്ത്രിക്ക് ആ തൽസ്ഥാനത്ത് തുടരാൻ അവകാശമില്ല. രണ്ടാമത്, ഇന്ന് കോടതി ചോദിച്ച ഏറ്റവും പ്രസക്തമായ കാര്യം, അവര് KSIDC കോടതിയിൽ എടുത്ത നിലപാട് എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് 13.4% ഷെയർ ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് ഡയറക്ടർ ബോർഡിൽ ഒരു അംഗമുണ്ടെങ്കിലും ദൈനംദിന നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കമ്പനിക്ക് അല്ലെങ്കിൽ KSIDCക്ക് യാതൊരുവിധ പങ്കുമില്ല, ഈ തട്ടിപ്പിൽ KSIDCക്ക് യാതൊരു പങ്കുമില്ല എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. പക്ഷെ കോടതി അവിടെ എടുത്തൊരു നിലപാട്, നിങ്ങളിത് പറയുന്നത് ആത്മഹത്യാപരമാണ്. കാരണം അങ്ങനെ ഏതെങ്കിലും തരത്തിൽ കോടതി ഈ തട്ടിപ്പിൽ നിങ്ങൾക്ക് ബന്ധമില്ല എന്ന് പറയുകയും അങ്ങനെ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന് അഡ്മിറ്റ് ചെയ്യുകയും അത് അഡ്മിറ്റ് ചെയ്തതിന് വഴി അതിനുവേണ്ടി നടക്കുന്ന ഒരു അന്വേഷണത്തെ നിങ്ങൾ നിരാകരിക്കുകയും ചെയ്യുമ്പോൾ എന്താണ് കോടതി അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്ന് പച്ചയ്ക്ക് ഇന്ന് കോടതി ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായി. വളരെ 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 പരിതാപകരമായ ഒരു അവസ്ഥയായിരുന്നു ഇന്ന് അത് അവിടെ യഥാർത്ഥത്തിൽ KSIDC സംബന്ധിച്ച്. അത് 12-ാം തീയതി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണത്തിന് സ്റ്റേ ഇല്ല. അന്വേഷണം സുഖമായി മുമ്പോട്ട് കൊണ്ടുപോകാം. അടുത്ത മാസം 12-ാം തീയതിക്കത്തേനാണ് കേസ് പോസ്റ്റ് ചെയ്തത്. സ്വാഭാവികമായിട്ടും അന്വേഷണം നടക്കുന്നുണ്ട്. അന്വേഷണം സുഖമായി നടക്കും. അടുത്ത 12-ാം തീയതിക്ക് മുമ്പായി കൃത്യമായിട്ട് അന്വേഷണ സംഘത്തിന് ഈ കേസിനെ സംബന്ധിച്ച് ഒരു നിഗമനത്തിലെത്താൻ കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഐയിൽ ഞാൻ കൊടുത്തിട്ടുള്ളത് KSIDCയുടെ ഉദ്യോഗസ്ഥരായിരുന്ന 3 പേർ, അവിടെ സർക്കാർ നോമിനികളായ KMRൽ വന്ന 3 പേര് അവരുടെ റിട്ടയർമെന്റിന് ശേഷം CMRൽ ജോയിൻ ചെയ്തതാണ്. അപ്പൊ അവര് KSIDC നോമിനികളായിരുന്നപ്പോൾ അവർ കണ്ണടച്ചു കൊടുത്തതിന്റെ പ്രതിഫലമായിട്ടാണ് അവർ CMRൽ പിന്നീട് ജോയിൻ ചെയ്തതെന്നുള്ളതിന്റെ രേഖകളടക്കം, അതായത് അവരുടെ മാസ്റ്റർ ഡാറ്റയും അവരിവിടെ ജോലി ചെയ്തതും അതിനുശേഷം അവിടെ ജോലി ചെയ്തതും അനുസരിച്ച് അത് നിയമവിരുദ്ധമാണ്. കാരണം KSIDC ഒരു NBFC ആണ്. ആ NBFCയിൽ ജോലി ചെയ്തിട്ടുള്ള വ്യക്തി റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനി, ഇതുമായിട്ട് അസോസിയേറ്റഡ് ഉള്ള കമ്പനിയിൽ ഇവിടെ നിന്ന് റിട്ടയർമെന്റ് ശേഷം ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ 3 വർഷത്തെ കൂളിംഗ് പീരീഡ് വേണം എന്ന് NBFC ആക്ടിനകത്തുണ്ട്. ആ ആക്ടിന് വിരുദ്ധമായി നിയമവിരുദ്ധമായി 3 പേര് ജോയിൻ ചെയ്ത കാര്യം അത് ഇതുവരെ കോടതിയുടെ പരിഗണനയിൽ വന്നിട്ടില്ല. അതൊക്കെ ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ ഇന്ന് അത്തരത്തിലേക്ക് ഇറങ്ങി അത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ അവതരിപ്പിക്കേണ്ട സാഹചര്യമുണ്ട്. അത് ഇനിയും പറയാനിരിക്കുന്നു. ഇനി ഓരോ ദിവസവും KSIDCയുടെ അവസ്ഥ ഒരു സംശയവും വേണ്ട, കോടതിയിൽ മോശമാകുകയുള്ളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം. ഇനി 12-ാം തീയതി വരെ സമയമുണ്ട്. 10-16 ദിവസമാണ് ഇനിയുള്ളത്. അപ്പൊ അതിനിടയിൽ അന്വേഷണത്തിന് കർണാടക ഹൈക്കോടതിയോ കേരള ഹൈക്കോടതിയോ ഏതെങ്കിലും തരത്തിൽ തടസ്സപ്പെടുത്തിയിട്ടില്ല. മാത്രമല്ല ഈ ദിവസങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന കഥകൾ എന്തൊക്കെയാണ് ഞാൻ പറയട്ടെ. 60 ഏക്കർ സ്ഥലം, ഇന്നലെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. 60 ഏക്കർ സ്ഥലം ഇവിടെ പാവപ്പെട്ടവന് 15 ഏക്കറിൽ നിന്ന് 1 സെന്റ് കൂടുതലുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ
നോട്ടീസ് അയക്കുന്ന റവന്യൂ വകുപ്പ് 20 വർഷക്കാലം കരിമണൽ കർത്തയുടെ 60 ഏക്കർ സ്ഥലത്തിന് നോട്ടീസ് അയച്ചില്ലെന്ന് മാത്രമല്ല, അതിനുവേണ്ടി 2012-ലും 15-ലും അതിനുശേഷം 22-ന് നിയമം ജിയോ ഇറക്കിക്കൊണ്ട് അത് സാധൂകരിച്ച് അത് പോക്കുവരവിനെ സാധൂകരിക്കുന്ന സാഹചര്യം ഉണ്ടായി. ആ പഞ്ചായത്തിൽ ലാൻഡ്ലെസ് ആയിട്ടുള്ള, ഞാൻ അവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരുമായിട്ട് സംസാരിച്ചു, ആ പഞ്ചായത്തിൽ തന്നെ ലാൻഡ്ലെസ് ആയിട്ടുള്ള 100 കണക്കിന് ആളുകളുണ്ട്. ഈ സ്ഥലം പിടിച്ചെടുത്താൽ, ഇപ്പൊ ഇവർക്ക് എക്സസ് ആയിട്ടുള്ള 45 ഏക്കർ സ്ഥലം പിടിച്ചെടുത്താൽ മാത്രം എത്രയോ ആയിരക്കണക്കിന് ആളുകൾക്ക് അവിടെ വീട് വെച്ച് താമസിക്കാനുള്ള സ്ഥലം ഏറ്റെടുക്കാൻ കഴിയും. അപ്പോ മുഴുത്തവന്മാർക്കൊരു നിയമം, പാവപ്പെട്ടവന് വേറെ നിയമം. ഇവിടെ ഇപ്പൊ കീറ്റക് സാബു ഇന്ന് T20-യുടെ ചെയർമാനായ കീറ്റക് സാബു ഇന്ന് അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന കേട്ടു. എന്നെ തൊട്ടാൽ മുഖ്യമന്ത്രി അനുഭവിക്കും, മുഖ്യമന്ത്രിയുടെ മകൾ ഒരാഴ്ചയ്ക്ക് ജയിലിൽ കിടക്കും. ഞാനൊരു പൊതുപ്രവർത്തകൻ, ഞാൻ ഈ കേസുമായി മുമ്പോട്ട് പോയപ്പോ എന്നെ ഏറ്റവും അധികം സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം, ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ പൊതുസമൂഹം അറിഞ്ഞില്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകനായി തുടരാൻ എനിക്ക് അവകാശമില്ല എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കേസുമായി മുമ്പോട്ട് പോയത്. ഞാൻ ധാരാളം റിസ്ക് എടുത്തുകൊണ്ടാണ് ഞാൻ ഈ കേസുമായി മുമ്പോട്ട് പോയത്. അപ്പോഴും എനിക്ക് ഈ സമൂഹത്തിൽ ഒരു പൊതുപ്രവർത്തകനായി നിലനിൽക്കാൻ ഈ കേസിൽ ഞാൻ മുമ്പോട്ട് പോയില്ലെങ്കിൽ എനിക്ക് അവകാശമില്ല എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തില. കീറ്റക് സാബു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവല്ലേ, അദ്ദേഹം അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ പൊതുസമൂഹത്തിന് മുമ്പിൽ അദ്ദേഹം അത് തുറന്നു വരാൻ തയ്യാറായില്ലെങ്കിൽ അദ്ദേഹം ഈ സമൂഹത്തോട് ചെയ്യുന്ന തെറ്റാണ്. അദ്ദേഹത്തിന് രാഷ്ട്രീയ പാർട്ടിയായിട്ട് ഈ സമൂഹത്തിൽ അവശേഷിക്കാൻ അവകാശമില്ല.